BJPയും രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം തമ്മിൽ വള്ളപ്പാട് അകലുണ്ടാവും, എനിക്കൊരു സംശയമില്ല. ഷോൺ ജോർജിന് എത്ര വോട്ട് പിടിക്കുമെന്നനുസരിച്ച് ബാക്കിയുള്ളവരുടെ ജയപരാജയം തീരുമാനിക്കുന്നുള്ള കഥ ഒരു മാസം മുമ്പ് ഇവിടെ കഴിഞ്ഞു പോയതാണ്. ഒരു മാസം മുമ്പ് അതുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതില്ല. ഇപ്പോൾ ഷോൺ ജോർജും ആരുമായിട്ടാണ് മത്സരം എന്നുള്ളത് മാത്രമാണ് പാലായിലെ ചർച്ച. ഷോൺ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഷോൺ ജയിക്കുമെന്നുള്ളതാണ്. എന്താ സംശയം? ഷോൺ ജയിക്കുമെന്ന് മാത്രമല്ല, ഷോണിന്റെ ഭൂരിപക്ഷം 27 കൂടുതൽ എഴുതി വെച്ചു. BJP വോട്ടുകൾ മാത്രം നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മേഖലയാണ്, സഭകൾക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. അവർക്ക് തന്നെ മറ്റ് പല സ്ഥാനാർത്ഥികളും പറഞ്ഞാൽ അവരുടെയൊക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ള വോട്ടുകൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. അവിടേക്കൊക്കെ ഷോൺ കടന്നു ചെല്ലുകയാണ്. 2004 ഈ ഫിക്സഡ് വോട്ടെല്ലാം പൊട്ടിച്ചല്ലേ PC തോമസിന് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച PC തോമസിന് 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം പാലാ കൊടുത്തത്. അന്ന് മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളായ മരങ്ങാട്ടുപള്ളിയും ഉഴവൂരും ഒക്കെ പാലായിലുണ്ട്. ഇന്ന് അതല്ല, ഇന്ന് പൂഞ്ഞാറിന്റെ 6 പഞ്ചായത്തും കൂടെ ഇതിനകത്തുണ്ട്. പാലായിൽ ഇന്ന് ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി BJP തന്നെയാണ്, ഒരു സംശയമാണ്. കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ മോഹം മാറ്റിയതാ